മക്കളെ നമസ്കാരം. അപ്പോൾ നമ്മൾ പാർട്ട് 1 ബസന്ത് മേരാ ഗാവ് കാ ആ പാഠഭാഗത്തിൻ്റെ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പാർട്ട് 2 അതിൻ്റെ ബാക്കി ഭാഗം. അങ്ങനെ വസന്തത്തിൻ്റെ ഇളം ചൂടുള്ള വെയിൽ, ഗുൻഗുനി ധൂപ്പന വെയിലാണ്. ഇളം ചൂടുള്ള വെയിൽ എന്ത് ഒരു ഉച്ച സമയമാകുമ്പോഴേക്ക് അതിശക്തമാകാൻ തുടങ്ങും. അതുമാത്രമല്ല അതേ സമയത്ത് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഊഞ്ചേ ശിഖരവും ഹിമാലയത്തിൻ്റെ ശിഖരങ്ങൾ കൊടുമുടികളിലൊക്കെ ഒരു വിശേഷപ്പെട്ട പൂവ് വിരിയാൻ തുടങ്ങുന്നു. ആ പൂവ് പിന്നെ ആ ഹിമാലയൻ ശിഖരങ്ങളൊക്കെ ആകെ നല്ല പട്ട് പൊതിഞ്ഞതുപോലെ പൊതിഞ്ഞ് കിടക്കും. ആ പൂവിൻ്റെ പേരാണ് ബുറാൻസ്. അപ്പോൾ ഈ ബുറാൻസ് എന്ന പൂവിൻ്റെ നിറം നിങ്ങൾ കണ്ടുവല്ലോ, നല്ല ചുവപ്പ നിറമാണ്. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്. അപ്പോൾ ഈ ഒരു പൂവ് ആ പർവ്വതത്തിൻ്റെ കൊടുമുടികളിലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ നല്ല നല്ല ചുവന്ന പട്ട് വിരിച്ച മാതിരി പ്രൗഢഗംഭീരമായ ഒരു സീനറി ആയിരിക്കും നമുക്ക് ആ ഒരു പൂക്കൾ വിരിയുന്നത് കൊണ്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു പൂവിൻ്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫ്യോൻലി കെ ഫൂൽ. ഫ്യോൻലിയുടെ പൂവ് മഞ്ഞ, അതായത് പീലേ രംഗാണ്. ബുറാൻസിൻ്റെ നിറം ചുവപ്പ്, ലാൽ രംഗാണ്. ഈ രണ്ട് പൂക്കളുടെ നിറങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മകരസംക്രാന്തിയുടെ ടൈമിൽ എവിടെയായിരുന്നു സൂര്യൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മകരസംക്രാന്തി മുതൽ നല്ല കത്തിയെരിയുന്ന സൂര്യൻ എന്താ ചെയ്യാൻ തുടങ്ങി? പതുക്കെ നന്ദാപർവ്വതത്തിൽ നിന്ന് പോകാൻ തുടങ്ങി. എവിടത്തേക്കാ? ചൗഖംബ പർവ്വതത്തിലേക്ക്. അപ്പോൾ നന്ദാപർവ്വതത്തിൽ നിന്ന് ചൗഖംബ പർവ്വതത്തിലേക്ക് നമ്മുടെ സൂര്യൻ നീങ്ങി പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ഗംഗാനദിയിൽ പാനി കി ധാര തേസ് ഹോ ജാത്തി ഹെ. തേസ് ഹോ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിശക്തമായി ഗംഗാനദിയിൽ വെള്ളം ഒഴുകാൻ തുടങ്ങി. അതായത് മൗസം ഠീക്ക് ഠാക്ക്, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ സമയത്ത് നല്ല ക്ലൈമാറ്റൊക്കെ ക്ലിയറായി. ഓക്കെ, ഇനി അവിടെ തണുപ്പ് മാറി ഈ അതിശൈത്യം വന്ന സമയത്ത് ഠണ്ട് മോസം, അതായത് അതിശൈത്യം വന്ന സമയത്ത് ഈ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ അവിടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആട്ടിടയന്മാരും അവർ കന്നുകാലി വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നിച്ചിലെ ഇലാക്കോമേ താഴത്തേക്ക് വരും. എവിടത്തേക്ക്? താഴ്വാരത്തേക്ക് വരും. കാരണം അവിടുന്ന് ഈ പറയുന്ന നമ്മുടെ പശുക്കൾക്കും മറ്റ് കന്നുകാലികൾക്കൊക്കെ എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ അത് അവിടുന്ന് ഈ മഞ്ഞ് മൂടിയ പർവ്വതങ്ങളിൽ നിന്ന് ആ ഒരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിൻ്റെ സൗകര്യം അന്വേഷിച്ച് അവർ പതുക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു സമയം, അത് ഇപ്പം നമ്മുടെ ഗംഗാനദിയിൽ വെള്ളം അതിശക്തമായി ഒഴുകാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ക്ലൈമറ്റ് ചേഞ്ചായി. ഓക്കെ, അപ്പോൾ അവിടുത്തെ സീസൺ മാറി, അവിടെ ചൂട് വരാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും, അതായത് നമ്മുടെ തണുപ്പ് കാലത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് നിന്നും താഴ്വാരങ്ങളിലേക്ക് പോയ ഇടയന്മാരുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പശുചാരക്, അവരെന്ത് ചെയ്യും? അവർ വാപ്പസ് ഖറോങ്കോ ലൗട്ട്നെ ലഗ്തേ ഹെ. അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോൾ ഈ മാസങ്ങളോളം അവരെവിടെയായിരുന്നു? മാസങ്ങളോളം മഹീനോ തക് ഫേലെ ചരാഗാഹും, അതായത് വ്യാപിച്ച് കിടക്കുന്ന ചരാഗാഹുന പുൽമേടുകൾ, അതുപോലെ ഖനെ ജംഗിൾ, നല്ല ഇടതൂർന്ന വനങ്ങൾ, പിന്നെ അതുപോലെ അഞ്ചാൻ ബസ്തിയ എന്ന് പറഞ്ഞാൽ അപരിചിതമായ സ്ട്രീറ്റുകൾ, തെരുവുകൾ, ഇങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ടായിരുന്നു ഇത്രയും മാസങ്ങളോളം അവർ ജീവിച്ചത്. ഇനി അവർ ഹാപ്പിയാണ്, കാരണം അവരെവിടെ പോവുകയാണ്? വാപ്പസ് ഘർ ലോട്ട്നെ ലഗ്തേ ഹെ, വാപ്പസ് ഘർ ജാ രഹേ, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ അവരെന്ത് ചെയ്യും? അവർ ചുമ്മാ അങ്ങ് പോകുന്നതല്ല, അവർ ചുമ്മാ പോകുന്നതല്ല, ഓ നാച്തേ ഹെ ഓർ ഗാത്തേ ഹെ ഖുഷീമേ, സന്തോഷം കൊണ്ട് അവർ മതിമറന്ന് പാടുന്നു, നൃത്തം ചെയ്യുന്നു. ക്യോങ്കി വേ വാപ്പസ് മഹീനോ ബാദ് ഘർ ലൗട്ട് രേ ഹെ, അല്ലേ? മാസങ്ങൾക്ക് ശേഷമാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം അവർ ഡാൻസ് ചെയ്തും പാട്ടുപാടിയൊക്കെ ആഘോഷിക്കുകയാണ്. ഇനി നമ്മുടെ ഈ പശുചാരകർ, അതായത് നമ്മൾ ഈ പറയുന്ന ഇടയന്മാർ, അവരൊറ്റയ്ക്കല്ല, അതായത് അവരുടെ കൂടെ ആടുകളോ അവർ മാത്രമല്ല ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? അവരുടെ കൂടെ തന്നെ ഭേഡ് ബക്കരി പറഞ്ഞാൽ നമ്മുടെ ഭേഡ് പറഞ്ഞാൽ ചെമ്മരിയാട്, ഷീപ്പ്, ബക്കരി എന്ന് പറഞ്ഞാൽ ആട്. ഓക്കെ, ഗോട്ട്. അതുപോലെ ഖച്ചർ എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ഖച്ചർ എന്ന് പറഞ്ഞാൽ മ്യൂൾ എന്ന് പറയും, അതായത് കോവർ കഴുത. പിന്നെ എന്താ ഉള്ളത് കൂടെ? കുത്താന്ന് അറിയാമല്ലോ, പട്ടി. അപ്പോൾ ഇത്രയും മൃഗങ്ങളും കൂടി അവരുടെ കൂടെ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഭേഡ് ബക്കരിയാം, ഘോഡെ ഖച്ചർ ഓർ കുത്തെ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ പോയി എന്താ പറയുക, താഴ്വാരത്തേക്ക് ഇറങ്ങുന്നു. അവിടുന്ന് ഈ പറയുന്ന പുൽമേടുകളൊക്കെ കറങ്ങി വരുന്ന സമയത്ത് കണ്ടുമുട്ടുന്ന ഗ്രാമങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവർ പോകുന്ന വഴികളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുന്നു? ലേൻ ദേൻ ഹോന എന്ന് പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക്, അതായത് എന്തെങ്കിലും അവരുടെ കയ്യിലുള്ള സാധനം കൊടുത്ത് എന്തെങ്കിലും അവിടുന്ന് സാധനം വാങ്ങിക്കുക, ഒരു ബാർട്ടർ സമ്പ്രദായം പോലെ. അതായത് അവർ കാശ് കൊടുത്തല്ല സാധനം വാങ്ങിക്കുന്നത്, പകരം എന്താണ്? ജാൻവരോക്കെ സാത്ത് അവരുടെ മൃഗങ്ങളെ വെക്കുന്നുണ്ടാവും ആ സമയത്ത്. അതുമാത്രമല്ല
നമ്മുടെ ഈ പശുചാരക്ക്, അതായത് ഈ ആട്ടിടയന്മാരൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഹിമാലയൻ ശിഖരങ്ങൾ, ഹിമാലയൻ കൊടുമുടികളിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ഹിമാലയത്തിൽ മാത്രം കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കീടാജടി, കരൺ, ചുരു, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ ദുർലഭമായി കിട്ടുന്ന, വളരെ മറ്റെവിടെയും കിട്ടാത്ത കുറച്ച് ഔഷധങ്ങൾ ഹിമാലയത്തിൽ കിട്ടും. അങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ അവർ പാക്ക് ചെയ്ത് താഴ്വാരത്തേക്ക് വരുമ്പോൾ എടുക്കും. അതൊക്കെ അവരെന്ത് ചെയ്യും? ഇങ്ങനെ പോകുന്ന സമയത്ത്, അതായത് ഇവർ താഴ്വാരത്ത് ഇറങ്ങി അവർ ഒരു മാസങ്ങളോളം ഇവിടെ കറങ്ങി നടക്കുന്ന സമയത്ത് ഇവരിതൊക്കെ വിൽപ്പന നടത്തും. ഈ പറയുന്ന ഗ്രാമങ്ങളുമായിട്ട് അവർക്കുള്ള ബന്ധം എന്ന് പറഞ്ഞത് സദിയോം കാ റിശ്താ ഹെ. കാരണം നൂറ്റാണ്ടുകളുടെ ബന്ധമാണ്. ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായി ഇവരിതേപോലെ തണുപ്പുള്ള സമയത്ത് അവർ താഴ്വാരത്തേക്ക് വരുന്നു. തണുപ്പ് കഴിയുമ്പോൾ അവർ വീണ്ടും മുകളിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ വർഷവും ഈ കാര്യങ്ങളിങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ സാധനം വാങ്ങുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യില്ല? കാശ് മുഴുവൻ കൊടുക്കുകയും ചെയ്യില്ല. പിന്നെ എപ്പോഴാണ് അവർ കാശ് കൊടുക്കുക? ബർഫീലിയ മോസന് ഇനി അടുത്ത വർഷം ഇതേപോലെ മഞ്ഞ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ പുരാനി വസൂലി കീ ജാത്തിയെ, ആ പഴയ കടം ഉണ്ടല്ലോ, ആ പഴയ കടം വീട്ടുന്നു. മസേ കി ബാത്, അതായത് ഇതിൽ രസകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പരസ്പര വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ മാത്രമാണ് ഈ നക്കത് ഉധാർ കെ ആക്കടെ. നക്കത് ഉധാർ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലല്ല, ക്രയവിക്രയത്തിൻ്റെ ഒരു ആങ്കട എന്ന് പറഞ്ഞാൽ കണക്ക്. അതിൻ്റെ കണക്ക് എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല. കഹീൻ ദർജ് നഹി ഹോത്തെ. നക്കത് ഉധാർ കെ ആക്കടെ കഹീൻ ദർജ്, എവിടെയും ദർജ് പറഞ്ഞാൽ രേഖപ്പെടുത്തുക, എവിടെയും രേഖപ്പെടുത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ്? ആപ്പസി വിശ്വാസ് കെ ദം പർ, ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ ബലത്തിൽ. യഹാ ലേൻ ദേൻ ചൽ രഹാ ഹൈ. ഇവിടെ വർഷങ്ങളായി പരസ്പര വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത്. അപ്പം നമ്മുടെ ഈ പശുചാരക, അതായത് ഈ ഇടയന്മാരൊക്കെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ കടന്നു പോകുന്നു അല്ലേ? അവരുടെ ആ ഗ്രൂപ്പോടെ അവരാ ഗ്യാങ്ങായി വന്ന അവരൊക്കെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോകുന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു ടൈം അവിടെ സന്ദർശകർ ഏറ്റവും കൂടുതൽ വരുന്ന സമയമാണ്. കാരണം ഒരു ടൂറിസ്റ്റ് ടൈമാണ്. ഇതുവരെ അതിശൈത്യം കാരണം അടച്ചു വെച്ചിരുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഈ ഒരു സമയമാകുമ്പോഴേക്ക് തുറക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ആധാരമായി കിടക്കുന്ന, അതായത് ആ ഗ്രാമത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന നമ്മുടെ ഗംഗാനദി അല്ലേ? അപ്പോൾ ആ ഗംഗാനദിയോട് ചേർന്ന് കിടക്കുന്ന റോഡിൻ്റെ ഷേപ്പ് നിങ്ങളിവിടെ കാണാൻ പറ്റും. ഒരു സിഗ്സാക്ട്, അത് സർപ്പീലി എന്ന് പറയും. സർപ്പീലി എന്നുള്ള ആ ഒരു ഷേപ്പിലാണുള്ളത്. അവിടെ ആ റോഡിൽ ഈ ഒരു സീസൺ ആകുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? തിക്കും തിരക്ക്, ഹൽച്ചൽ ബഡ്ജാത്തി. ഹൽച്ചൽ എന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും തുടങ്ങും. അതായത് സന്ദർശകരുടെ എണ്ണം ആ സമയത്ത് കൂടുതലാണ്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ 4 പുണ്യക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടങ്ങളിലേക്ക്, ഈ അമ്പലങ്ങളിലേക്ക് വരുന്ന കാൽനട യാത്രക്കാർ ക്ഷേത്ര കവാടം തുറക്കുന്നതിന് വളരെ മുൻപേ തന്നെ അവിടെ എത്തിച്ചേരുകയും, അപ്പോൾ അതായത് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെ അവിടെ കാത്തിരിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സുദൂർ ദക്ഷിൺ സെ ആനെ വാലെ മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹൈ. അതായത് ഒരുപാട് മഹാത്മാക്കൾ, അതായത് ഈ അമ്പലങ്ങളിൽ ദർശനത്തിന് വരുന്ന ഒരുപാട് ഭക്തന്മാർ, ഒരുപാട് സന്യാസിമാരൊക്കെ, അതും ദക്ഷിണേന്ത്യയിൽ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരാറുണ്ടെന്നും അവരുടെ കയ്യിൽ ഒരു വാദ്യോപകരണം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേര് ഏക് താര, ഒറ്റ കമ്പിയുള്ള ഒരു വീണയാണത്. അങ്ങനെ ഈ കൈകളിൽ ഏക്താര അഥവാ ഒറ്റക്കമ്പിയുള്ള വീണ പോലുള്ള സംഗീതോപകരണങ്ങൾ കൊണ്ടുവരുന്ന അവിടെ എത്തിച്ചേരുന്ന മഹാത്മാക്കൾ, അതുപോലെ തന്നെ മറ്റ് സന്യാസിമാർ, അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഭജനങ്ങളും കീർത്തനങ്ങളൊക്കെ പാടി അവിടെ ഭക്തിമയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഇന്നും ബദ്രീനാഥിലെയും കേദാർനാഥിലെയും മുഖ്യ പൂജ, അതായത് മെയിനായിട്ടുള്ള അവിടുത്തെ പൂജാരി അഥവാ പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഇന്നും ദക്ഷിണ ഭാരതത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ്. ഇന്നും ദക്ഷിൺ ഭാരത് സെ നിയുക്ത് ഹോത്തെ ഹെ ബദ്രീനാഥ് ഓർ കേദാർനാഥ് കെ മുഖ്യ പൂജാരി. ചൗഖംബ പർവ്വതത്തിൻ്റെ പിന്നിൽ നിന്നും സൂര്യൻ ഉദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏത് മാസം ആരംഭിച്ചു? ജേഠ് മഹീന ശുരു ഹോ ജാത്ത ഹെ. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ പർവ്വതത്തിലേക്കുള്ള റോഡുകൾ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുപോലെ നമ്മുടെ ലേഖകൻ പറയുന്നുണ്ട്, അവരുടെ വീടിൻ്റെ മട്ടുപ്പാവിൽ, അതായത് ഛത്ത് എന്ന് പറയുന്നത് ടെറസ് കയറി നോക്കിക്കഴിഞ്ഞാൽ ബദ്രീനാഥിലേക്കുള്ള വഴി മുഴുവൻ തിക്കും തിരക്കുമായിരിക്കും. പക്ഷേ അതേസമയം 2 മാസം മുൻപേ ഇതേ താഴ്വാരം എങ്ങനെയായിരുന്നു? ബിൽക്കുൽ ശാന്തി. ഏതോ ഘാട്ടിയാണ് താഴ്വാര,
ഈ താഴ്വാരം തികച്ചു ശൂന്യമായിരുന്നു, അല്ലെങ്കിൽ തികച്ചു ശാന്തമായിരുന്നു 2 മാസം മുന്നേ. ഇപ്പം ആകെ മാറി. സദിയോं से यह ഋതുചക്ര യൂं ഹി ചൽത്താ രഹാ ഹൈ. നൂറ്റാണ്ടുകളായി ഈ ഋതുചക്രം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഹിമാലയം അപ്നി ജഗ മൗജൂദ് ഹൈ. ഹിമാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സൂര്യൻ ദിവസവും മുസ്തൈദീസ് എന്നുള്ള ഉണർവോടാണ്, സ്മാർട്ടായിട്ട് അലേർട്ടായിട്ട് എപ്പോഴും സൂര്യൻ അതിവേഗത്തിൽ സൂര്യൻ തൻ്റെ യാത്ര തുടരുന്നു. അപ്പം നമ്മുടെ സൂര്യൻ പഞ്ചാചൂലിയിലെ 5 കൊടുമുടികൾക്ക് പിറകിലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഉദിക്കുന്ന സമയത്ത് നമ്മുടെ ലേഖകൻ്റെ ഗ്രാമം, അതായത് നന്ദാപർവ്വതത്തിന് കീഴെയുള്ള ആ ഗ്രാമത്തിൽ എന്തായിരിക്കും, അതിഭയങ്കരമായ തണുപ്പായിരിക്കും. ഓക്കെ, അതായത് ഹാർഡ് കമ്പാ ഠണ്ട് എന്നാണ് ആ വാക്ക് ഇവിടെ പറയുന്നത്. ഹാർഡ് കമ്പാ ഠണ്ട്, അതിഭയങ്കരമായ തണുപ്പായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ചൗഖമ്പ പർവ്വതത്തിൻ്റെ പിറകിലായിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവിടെ ചൂട്, അതായത് നമ്മുടെ ലേഖകൻ്റെ ഗ്രാമത്തിൽ എന്തായിരിക്കും, ചൂട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. അതായത് ജേഠ് മഹീന ആയിരിക്കും ആ സമയം, അതായത് നമ്മുടെ മെയ് മാസത്തെ ആ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് നമ്മുടെ ലേഖകൻ തൻ്റെ ഗ്രാമത്തിൽ അനുഭവിക്കുന്നത് നമ്മുടെ ചൗഖമ്പയുടെ പിറകിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ്. അതായത് ഈ 2 പർവ്വതങ്ങൾ, പഞ്ചാചൂലി പർവ്വതത്തിൻ്റെയും ചൗഖമ്പ പർവ്വതത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നന്ദാപർവ്വതം, അതായത് നമ്മുടെ ലേഖകൻ്റെ ഗ്രാമം, നന്ദാപർവ്വതത്തിനടുത്ത് സൂര്യൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ലേഖകൻ്റെ ഗ്രാമത്തിൽ വസന്തത്തിൻ്റെ ഉന്മാദത്തിൻ്റെ പ്രതീകം എന്നാണ് പറയുന്നത്.